റിവ്യൂ എന്ന പേരിൽ ഇവിടെ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, പിന്നെ കിംബോ ഇതുപോലുള്ള കുറെ ആളുകൾ കോമാളിത്തരങ്ങൾ വന്ന് കാണിക്കുന്നു. എന്തുകൊണ്ട് ഏത് പടമാണ് എന്നിട്ട് പൊട്ടിപ്പോയത്? അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ഒക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാണ്. ഇതുപോലുള്ള ആളുകളാണ് നിങ്ങൾ. അതല്ലേ ഞാൻ പറഞ്ഞത്, 1000 റിവ്യൂസിന്റെ ഇടയ്ക്ക് ഒരു 10-100 പേര് അതിലുണ്ടാവാം. സിനിമ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മിക്ക പടങ്ങളെ കുറിച്ചോ, മിക്ക അണിയറ പ്രവർത്തനങ്ങളെ കുറിച്ചോ, മ്യൂസിക്കിനെ കുറിച്ചോ, ഡാൻസിനെ കുറിച്ചോ ഒന്നും, റാപ്പിനെ കുറിച്ചോ ഒന്നും ആൾക്കാർ അറിയാൻ പോകുമായിരുന്നില്ല. അശ്വന്ത് കോക്കിനെ പോലുള്ള പല ആളുകളും എന്ത് കോമാളിത്തരമാണ് ഈ പറയുന്ന സിനിമകൾ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിവ്യൂ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പഠിച്ച്, അതായത് സിനിമ പഠിച്ച് ഇതിനു മുമ്പ് ചെയ്ത ആൾക്കാരുടെയും അതേ പാറ്റേണിലുള്ള പലവിധ പടങ്ങൾ കണ്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം ആ പടം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ വെടലത്തരമല്ല. അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പം പല ആളുകൾക്കും ഇഷ്ടപ്പെടാതെ വരാം. പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇവിടെയുള്ള പല ആളുകൾക്കും ഇഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റിവ്യൂവർ ആണ് ഇന്നയാള് ABC, ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി, അയാൾ പറഞ്ഞു ഈ സിനിമ കൊള്ളൂല, എന്നാൽ ഞാൻ ഈ പടം കാണുന്നില്ല. സിനിമ മോശമായതുകൊണ്ട് മാത്രമാണ് സിനിമ എപ്പോഴും പൊട്ടുന്നത്, 8 നില പൊട്ടുന്നത്. നല്ല സിനിമകൾ എല്ലായ്പ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കണമെന്നില്ല, ബട്ട് ദേ വിൽ ബിക്കം ദ ക്ലാസിക് വൺ ആയിരിക്കാം. നല്ല ആടുജീവിതമായാലും ഭ്രമയുഗമായാലും പ്രേമലു ആയാലും അങ്ങനെ റിവ്യൂ കൊണ്ട് തരാണെങ്കിൽ പ്രേമലു ഒന്നും വന്നപ്പോൾ ഒരു മനുഷ്യർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3ാമത്തെ ദിവസമാണ് ആ പടം കയറാൻ തുടങ്ങിയത് പോലും. വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ സിനിമ OTT വന്നപ്പോഴത്തേക്കിന് പിന്നീട് എല്ലാ ആളുകളും പറയുന്നത് ഇത് ഇത്രയും ക്രിഞ്ച് സിനിമയായിരുന്നു. അപ്പൊ ഈ റിവ്യൂ അവരോട് ആരാണ് OTT നിന്ന് കാണാൻ പറഞ്ഞത്? അതാണ് റിവ്യൂവേഴ്സ് എപ്പോഴും OTT അല്ല, റിവ്യൂവേഴ്സ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. റിവ്യൂവേഴ്സ് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശാരിക. ഞാൻ ശിവജി. നമസ്കാരം. നമസ്കാരം. സിനിമ അല്ലെ, സിനിമ റിവ്യൂ ഇന്ന് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് സിനിമ റിവ്യൂ എന്ന് പറയുന്നത് അല്ലെ. റിവ്യൂ നോക്കാതെ ആരും ഒരു പടത്തിനും പോകുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. തീർച്ചയായിട്ടും. പക്ഷെ നല്ല സിനിമ റിവ്യൂവേഴ്സ്, അതായത് സിനിമ റിവ്യൂവേഴ്സ് സിനിമയെ തകർക്കുന്നു എന്ന ഒരു ഖ്യാതി, ഇപ്പൊ ഒരു അപഖ്യാതി അവർ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സത്യത്തിൽ അവരെങ്ങനെയാണ് സിനിമയെ തകർക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ സിനിമകൾക്ക് ഇങ്ങനെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി വന്നിരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. പക്ഷെ ആളുകളിലേക്ക് അതിനൊരു റീച്ച് എന്ന് പറയുന്ന സാധനം വളരെ ചുരുക്കമായതുകൊണ്ട് തന്നെ സിനിമകൾ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ടായിരുന്നു. അതേപോലെ വിജയങ്ങൾ നേടിയ സിനിമകളും ഉണ്ട്, പക്ഷേ പരാജയപ്പെട്ട സിനിമകളും ഉണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തേനേക്കാട്ടിലും പണ്ട് ഇറങ്ങിയിരുന്ന പല വിജയിച്ചിരുന്ന സൂപ്പർ ഹിറ്റ് ആയിരുന്ന പല സിനിമകൾ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇവിടുത്തെ റിവ്യൂവേഴ്സ് കാരണം ഒരു പക്ഷേ അത് പരാജയപ്പെട്ടു പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ ഇടുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇഷ്ടത്തിൽ വിടുന്ന ചില റിവ്യൂവേഴ്സ് ഉണ്ട്. അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് ഇയാൾ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി സിനിമ കണ്ടേക്കാം, കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കൊള്ളൂല, അയാൾ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്, ഇവരുടേതായിട്ടുള്ള ഒരു ചിന്തയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ചില ഇൻഫ്ലുവൻസസ് യൂട്യൂബേഴ്സ്, ഇപ്പൊ പറയുകയാണെങ്കിൽ അശ്വന്ത് കോക്കിനെ പോലുള്ള പല ആളുകളും എന്ത് കോമാളിത്തരമാണ് ഈ പറയുന്ന പോലെ സിനിമകൾ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കാണിക്കുന്നത്. പണ്ടത്തെ കാലത്ത് റിവ്യൂ എന്ന് പറയുന്നത് സിനിമ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സിനിമ എന്താണെന്ന്, ആ സിനിമയിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പോകുന്നത്, മീൻസ് സിനിമയുടെ ഒരു സ്പോയിലർ പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ സിനിമയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സിനിമ എങ്ങനെ ആസ്വദിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന റിവ്യൂസ് കാര്യങ്ങളൊക്കെ. ഇന്ന് ഒരു സിനിമയെ എങ്ങനെ വലിച്ചു കീറാമെന്നും, അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമ ചിലപ്പം പല ആളുകൾക്കും ഇഷ്ടപ്പെടാതെ വരാം. പക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇവിടെയുള്ള പല ആളുകൾക്കും ഇഷ്ടപ്പെടാം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റിവ്യൂവർ ആണ് ഇന്നയാള് ABC, ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി, അയാൾ പറഞ്ഞു ഈ സിനിമ കൊള്ളൂല, എന്നാൽ ഞാൻ ഈ പടം കാണുന്നില്ല. പണ്ടൊക്കെ നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, എടാ നീ പടം കണ്ടായിരുന്നു? അപ്പൊ നമ്മൾ പറയും ആടാ പടം കണ്ട് ഭയങ്കര പോരടാ, എന്നാൽ ഞാൻ പടത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ആളുകൾക്കിടയിലേക്ക് അവർക്ക് ഇഷ്ടം തോന്നിക്കുന്ന രീതിയിലേക്ക്. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന കൂട്ടുകാരുടെ സംവാദങ്ങൾ, കൂട്ടുകാരെ കാണുന്നു. ഇന്ന് ആരാണ് പരസ്പരം ഒന്ന് വാതുറന്ന് സംസാരിക്കുന്നത്? നമ്മൾ 4 പേരും കൂടി ഇവിടെ ഇരുന്നാൽ പോലും എല്ലാവരും മൊബൈലാണ് അവരുടെ കൂട്ടുകാർ. അത് മൊബൈലിൽ നോക്കിയിട്ടാണ് ഒരു സിനിമ ഇന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ നാളെ ഒരു സിനിമയുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾ ഇന്നത് ചെയ്യുന്നു, സിനിമ തന്നെ അവിടെ വരുന്നു, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ മൊബൈലിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചെറുതല്ല. ഇനി അങ്ങോട്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഡിജിറ്റൽ വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു പണ്ട് ആൾക്കാര് വാർത്തകൾ കണ്ട് ചിലപ്പോൾ കാണാതെ പോകാം,
സ്പോയിലർ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സിനിമ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മിക്ക പടങ്ങളെ കുറിച്ചോ മിക്ക അണിയറ പ്രവർത്തനങ്ങളെ കുറിച്ചോ മ്യൂസിക്കിനെ കുറിച്ചോ ഡാൻസിനെ കുറിച്ചോ ഒന്നും റാപ്പിനെ കുറിച്ചോ ഒന്നും ആൾക്കാർ അറിയാൻ പോകുമായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുന്നവരാണ് മിക്ക റിവ്യൂവേഴ്സും. പിന്നെ അതില് വളരെ കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നവരുണ്ടായിരിക്കാം. എന്നിട്ടും അതുവരെ ഏത് ഫീൽഡിലാണ് മിസ്റ്റർ മോശം ആൾക്കാരില്ലാത്തത്? 100% എടുത്താൽ അവരിൽ 100 മന്മഥന്മാരാണോ, നന്മമരങ്ങളാണോ? അല്ല. അതിൽ 80 ഞാൻ പറയുന്ന റിവ്യൂവേഴ്സ് എല്ലാം ഞാൻ ഒരിടത്തും പറയുന്നില്ല. മോസ്റ്റ് റിവ്യൂവേഴ്സ് ആർ ഗുഡ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു 70-80% ആൾക്കാർ നല്ല ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 100 പടങ്ങൾ ഇറങ്ങുമ്പോൾ അതിൽ 100 പടങ്ങൾ നല്ലതല്ല. ഞാൻ ചോദിക്കുന്ന പോലെ ഒരു സിനിമ ടിക്കറ്റ് പോലും ഫ്രീ ആയിട്ടല്ല കാണികളെ അകത്ത് കയറ്റി വിടുന്നത്. കാണികൾ കണ്ട അവരുടെ സമയമുണ്ട്, അതിനകത്ത് അവരുടെ ഡെഡിക്കേഷൻ ഉണ്ട്, അവരുടെ അധ്വാനത്തിന്റെ ഒരു പീസാണ്, ഒരു പങ്കാണ് അവർ ടിക്കറ്റ് വൈസ് മേടിച്ച് പോയി കാണുന്നത്. ആ കാണികൾക്ക് ഇമ്പോർട്ടൻസ് നൽകിയ ആൾക്കാരാണ് സിനിമ റിവ്യൂവേഴ്സ് എന്ന് ഞാൻ പറയും. കാരണം സിനിമ കാണാതെ വന്ന് റിവ്യൂ പറയുന്നവരെ എന്താണ് നമ്മൾ പറയേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കിയാലും, അതിപ്പോ ഒരു സർക്കാർ ഓഫീസ് എടുത്ത് നോക്കിയാലും, സിനിമ ഫീൽഡ് എടുത്ത് നോക്കിയാലും, ഒരു പാട്ടിന്റെ ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലായിടത്തും വെള്ളം ചേർക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ. കൂട്ടത്തിൽ ആയിരക്കണക്കിന് സിനിമ റിവ്യൂസിന്റെ കൂട്ടത്തിൽ ഒരു 10-100 എണ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവാം. അതേ സിനിമ റിവ്യൂ മുഴുവനും മോശമാണ് എന്ന് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാ സിനിമ റിവ്യൂ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. റീസെന്റ് ഇറങ്ങിയിരുന്ന വിനീത് ശ്രീനിവാസൻ സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ആ സിനിമ എല്ലാവരും വാഴ്ത്തിയായിരുന്നു റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ OTT വന്നപ്പോഴത്തേക്കിന് ഇതേ വാഴ്ത്തപ്പെടുത്തിയ ആളുകൾ പറഞ്ഞത് കേട്ട് സിനിമ കാണാൻ പോയവരുണ്ട്, അല്ലെങ്കിൽ കൊള്ളാം ഇനി OTT വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട്. പക്ഷെ OTT എല്ലാ പ്രേക്ഷകർക്കും ഒരേ മനസ്സല്ല, പലരും പല രീതിയിലാണ് സിനിമയെ കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഇഷ്ടത്തിലുള്ള ഒരു റിവ്യൂവർ പറയുന്നതായിട്ട് അയാൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞു നിൽക്കുന്ന പല ആളുകളുണ്ട്. OTT ഈ വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് ചെയ്യട്ടെ, വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ OTT വന്നപ്പോഴത്തേക്കിന് പിന്നീട് എല്ലാ ആളുകളും പറയുന്നത് ഇത് ഇത്രയും ക്രിഞ്ച് സിനിമയായിരുന്നു. അപ്പൊ ഈ റിവ്യൂ അവരോട് ആരാണ് OTT നിന്ന് കാണാൻ പറഞ്ഞത്? തിയേറ്ററിൽ പോയാണ് സിനിമകൾ കാണേണ്ടത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് OTT കാണാൻ പറ്റുന്നത് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആവേശം എന്ന് പറഞ്ഞ സിനിമ, ആവേശം എന്ന് പറഞ്ഞാൽ ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. OTT കണ്ടെങ്കിൽ പറയുന്ന സാധനം അടിക്കും. എന്താണ് സംഭവം? ആവേശം കാണണമെങ്കിൽ ആവേശത്തോടു കൂടി ആവേശോജ്വലമായി തിയേറ്ററിൽ തന്നെ നമ്മൾ കാണണം. അതാണ് റിവ്യൂവേഴ്സ് എപ്പോഴും OTT അല്ല റിവ്യൂവേഴ്സ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. റിവ്യൂവേഴ്സ് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഏത് റിവ്യൂവർ എടുത്ത് നോക്കിയാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി അവിടെയാണ് പ്രശ്നം. സിനിമാക്കാർക്ക് അതല്ലേ വേണ്ടത്, OTT അല്ലേ പോയി കാണേണ്ടത്. ഒരു സിനിമ ഇവരുടെ ഇഷ്ടപ്പെടുന്ന ഒരു റിവ്യൂവർ വന്നിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് അനുസരിച്ച് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാതെ പകരം OTT വന്നിട്ട് കാണാം എന്ന് തീരുമാനിക്കുന്ന അതിപ്പോ കൂട്ടുകാരെ പറഞ്ഞാലും അങ്ങനെ തന്നെ കേൾക്കത്തില്ല, കൊള്ളത്തില്ല പടം കാണാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, റിവ്യൂവേഴ്സിനെ കൊണ്ട് സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ്? പല സംവിധായകന്മാരും അല്ലെങ്കിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റിവ്യൂവേഴ്സ് സിനിമ നശിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ദിവസം. ഞാൻ ചോദിക്കട്ടെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാർ പറയുന്നത് കേട്ട് അത് താനേ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെ കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ബാക്കിയുള്ള ഒരു സിനിമ കാണാൻ പോവാറില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പോവാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഇതേ ആളുകളിലേക്ക് ഇതുപോലൊരു റിവ്യൂവർ വന്നിട്ട് സിനിമ കൊള്ളില്ല എന്ന് അയാളുടെ പെർസ്പെക്ടീവ് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇവർ തിയേറ്ററിലേക്ക് പോവാതെ ഇരിക്കുന്നു? അത്രമാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പൊതുജനം പലവിധമാണ്, പലർക്കും പല ചിന്താഗതികളാണ്. ചിലവര് ഈ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുടെ റിവ്യൂ കാണാറില്ല. ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ സംവിധാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നായകനെ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരാളാണ്. എന്നെ പോലെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും. ഇപ്പൊ തന്നെ പോലെ കൂട്ടുകാരുടെ വാക്ക് കേട്ട് സിനിമ കാണാതെ ഇരിക്കുന്ന കുറെ പേരുണ്ടാവും. OTT വന്ന് കാണാനിരിക്കുന്ന കുറെ ആൾക്കാർ. ഇങ്ങനെയൊക്കെ പലവിധം ആൾക്കാരിലൂടെ അവരെല്ലാരും കൂടെ കൂടിച്ചേർന്ന് ഒരു പടത്തെ വിജയിപ്പിക്കുമ്പോഴാണ് ആ പടം ഹിസ്റ്ററി ആവുന്നത്, അല്ലെങ്കിൽ അതൊരു ഹിറ്റായി മാറുന്നത്. അതിലെങ്ങനെയാണ് റിവ്യൂവേഴ്സ് ആ പടത്തെ നശിപ്പിക്കുന്നതെന്നാണ് ആ ഒരു പോയിന്റിനോടാണ് എനിക്ക് വിയോജിപ്പ്. റിവ്യൂ എന്ന പേരിൽ ഇവിടെ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, പിന്നെ കിംബോ ഇതുപോലുള്ള കുറെ ആളുകൾ കോമാളിത്തരങ്ങൾ വന്ന് കാണിക്കുന്നു. എന്തുകൊണ്ട് ഏത് പടമാണ് എന്നിട്ട് പൊട്ടിപ്പോയത്? അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ഒക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാണ്. ഇതുപോലുള്ള ആളുകളാണ് നിങ്ങൾ. അതല്ലേ ഞാൻ പറഞ്ഞത്, 1000 റിവ്യൂസിന്റെ ഇടയ്ക്ക് ഒരു 10-100 പേര് അതിലുണ്ടാവും. അത് എല്ലായിടത്തും ഉണ്ട് എന്ന് കരുതി ഒരു റിവ്യൂ ഇൻഡസ്ട്രിയെ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. കിംബോയെ പോലെയും ഉള്ള ആളുകൾ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ് ഈ പറയുന്ന പോലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അശ്വന്ത് കോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ അശ്വന്ത് കോക്കിന്റെ സുഹൃത്തൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ റിവ്യൂ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പഠിച്ച്, അതായത് സിനിമ പഠിച്ച് ഇതിനു മുമ്പ് ചെയ്ത ആൾക്കാരുടെയും അതേ പാറ്റേണിലുള്ള പലവിധ പടങ്ങൾ കണ്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം ആ പടം ഇരുന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ വെടലത്തരമല്ല അദ്ദേഹം അതിനകത്ത്. താങ്കൾ ആ അദ്ദേഹത്തിന്റെ റിവ്യൂ ഏതെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് വേണം നിങ്ങൾ പറയാം. അയാളുടെ ഇഷ്ടത്തിനല്ല അയാൾ പറയുന്നത്. യു ഷുഡ് വാച്ച് ദാറ്റ്. ഇപ്പൊ ഷസാമോ അല്ലെങ്കിൽ ഈ പറയുന്ന അശ്വന്ത് കോക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്റലക്ച്വൽ റിവ്യൂവർ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അയാൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ഒരു റിവ്യൂവർ ആണ്. പക്ഷേ പറയുന്നതെല്ലാം സത്യമാണ്.
സത്യമെന്നല്ല, അയാൾ ഒരിക്കലും മറ്റ് ഈ പറയുന്ന ആറാട്ടണ്ണനെ പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് വേറൊരു കോമാളിയുടെ പേര് അവരെ പോലെയല്ല. പോളിഷ് വെർഷൻ എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു റിവ്യൂ കണ്ടിട്ടില്ല, നിങ്ങൾ റിവ്യൂ കാണാറില്ല എന്ന് എനിക്ക് താങ്കളുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി. കാരണം കാണാതെയാണ് നമ്മൾ എന്ത് സാധനത്തിനെ കുറിച്ച് ആക്ഷേപിക്കുമ്പോഴും നമ്മൾ അതിനെ കുറിച്ചൊന്ന് പഠിക്കണം. അല്ലാതെ ചുമ്മാ അതായത് അശ്വന്ത് കേക്ക് എന്ത് പൊട്ടത്തരമാണെന്ന് പറയാൻ അദ്ദേഹം ആ സിനിമയുടെ ടെക്നിക്കാലിറ്റീസിനെ കൂടെ പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരിൽ നിന്ന് വാ വിളിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം അതിന്റെ ടെക്നിക്കാലിറ്റീസ് പറയുന്നത്. അത് നല്ല അവബോധമുള്ള അറിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. സിനിമയെ കോമാളിത്തരമാക്കിക്കൊണ്ടാണോ സിനിമയെ റിവ്യൂ ആയിട്ട് അവതരിപ്പിക്കുന്നത്? അദ്ദേഹം ഏതിലാണ് അദ്ദേഹം കോമാളിത്തരമായിട്ട് കാണിച്ചിരിക്കുന്നത്? അദ്ദേഹം ആ സിനിമ കഥാപാത്രത്തിന്റെ വേഷം എടുത്തിട്ട് ചെയ്യുന്നു എന്നല്ലാതെ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ തീർച്ചയായിട്ടും ആളുകൾക്കും പ്രേക്ഷകർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണ്. പല ആളുകളുടെയും കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല ആ ഒരു സിനിമ. പക്ഷേ ഈ ഒരു റിവ്യൂവർ അന്നേ ദിവസം ചെയ്തിരുന്ന ഒരു പരിപാടി എന്തായിരുന്നു? സിനിമ കണ്ട അന്നേ ദിവസം വൈകിട്ട് അതേ വേഷവിധാനം. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യൻ 2 കണ്ടു അദ്ദേഹം. ഇന്ത്യൻ 2 കണ്ടതിനും അദ്ദേഹം ഇന്ത്യൻ 2 പോലെ തന്നെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം വലിച്ചു കീറിയത്. അതിലെന്താണ് തെറ്റ്? അതിൽ അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് അയാൾക്ക് ചെയ്യാം. പക്ഷേ ഇത് സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല സിനിമകളും ഇവിടെയുള്ള പല റിവ്യൂവേഴ്സും പൈസ വാങ്ങിച്ച് ഏത് പൊട്ട സിനിമകളും മിണ്ടാതെ വെള്ളം വിഴുങ്ങാതെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിപ്പോയി ശിവ്. നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു. അങ്ങനെ വെള്ളം തൊടാതെ കാണാൻ പറ്റുന്ന കാണികളൊന്നും ഇന്ന് നമുക്കില്ല. വൃത്തിയായിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ടമാർ പടാർ കാണാൻ വേണ്ടി തന്നെയാണ് ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത്. ഒരു 2.5 മണിക്കൂറിന്റെയോ 3 മണിക്കൂറിന്റെ എൻജോയ്മെന്റിന് വേണ്ടി കാശ് മുടക്കി പോകുന്നതാണ്. അവിടെ പോയി നിന്ന് സിനിമാക്കാർ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കാണികളും കഷ്ടപ്പെട്ട് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. സോ കാണികൾക്ക് കാശിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് റിവ്യൂവർ. ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ സിനിമകളൊന്നും കാണാതെ റിവ്യൂ ചെയ്യുന്ന ചെകുത്താന്റെ കാര്യമോ? അതല്ലേ ഞാൻ പറയും. നിങ്ങൾ എന്താ റിപ്പറ്റീഷൻ നിർത്തൂ ശിവ്, ഇനിയെങ്കിലും റിപ്പറ്റീഷൻ നിർത്തും. ഇത് പറഞ്ഞു തന്നെയല്ലേ പിന്നെ ഈ ചെകുത്താന്റെ കാര്യവും ഈ പറയുന്ന ആറാട്ടന്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി ഞാൻ വ്യക്തമായി പറഞ്ഞു. പിന്നെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇതിനകത്ത്? അല്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ പറയുന്ന സിനിമ റിവ്യൂവേഴ്സ്, ഇപ്പൊ ഞാൻ ഒരാൾ ഒരു വീഡിയോ ഇട്ടു, അതൊരു 10 ലക്ഷം പേര് അല്ലെങ്കിൽ 1 ലക്ഷം വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെയുള്ള എല്ലാ റിവ്യൂവേഴ്സും വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് പല ആളുകളും ഇവർ പറയുന്നതാണ് ശരി, അല്ലാതെ ഒരു 2 3 ഒന്നിലധികം ആളുകൾ ഒരേ പോലെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒന്നാണ്, അല്ലെങ്കിൽ ഇവർ 2-ലധികം ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരേ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ കാണാൻ വിസമ്മതിക്കുന്ന പല ആളുകൾ. നല്ല പടങ്ങൾക്ക് റിവ്യൂസ് നല്ലത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ ആടുജീവിതമായാലും ഭ്രമയുഗമായാലും പ്രേമലു ആയാലും അങ്ങനെ റിവ്യൂ കൊണ്ട് തരാണെങ്കിൽ പ്രേമലു ഒന്നും വന്നപ്പോൾ ഒരു മനുഷ്യർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3-ാമത്തെ ദിവസമാണ് ആ പടം കയറാൻ തുടങ്ങിയത് പോലും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ സിനിമ എന്ത് തകർന്നില്ല? തിരക്കഥ സിനിമ എവിടെ നല്ലതായാലും പടം വിജയിക്കും. അതിന് റിവ്യൂവേഴ്സ് ഒന്നും വിചാരിച്ചാൽ ഒരു സിനിമ ഇൻഡസ്ട്രി ഒരു കാലത്തും തകരാൻ പോകുന്നില്ല. സിനിമ മോശമായതുകൊണ്ട് മാത്രമാണ് സിനിമ എപ്പോഴും പൊട്ടുന്നത്, 8 നില പൊട്ടുന്നത്. നല്ല സിനിമകൾ എല്ലായ്പ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കണമെന്നില്ല, ബട്ട് ദേ വിൽ ബിക്കം ദ ക്ലാസിക് വൺ ആയിരിക്കാം. റിവ്യൂവേഴ്സ് ഇങ്ങനെ റിവ്യൂ ചെയ്തതിന്റെ ഭാഗമായിട്ട് എത്ര സിനിമകൾ നമ്മുടെ റീസെന്റ് നല്ല ഒരൊറ്റ സിനിമകൾ പോലും പൊട്ടിപ്പോയിട്ടില്ല. വിജയിക്കേണ്ട സിനിമകളെല്ലാം 2024 വിജയിച്ചിട്ടുണ്ട്, 2023 വിജയിച്ചിട്ടുണ്ട്. എന്താണ് അർഹിക്കുന്ന വിജയം എന്ന് പറയുന്നത്? ആൾക്കാർ നല്ലത് കണ്ടാൽ തീർച്ചയായിട്ടും സിനിമ, ഈ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം സമൂഹമാണ് നമുക്കുള്ളത്. അതിലൊരു സംശയം തർക്കം ഏതുമില്ല. അവരെ ഒരിക്കലും പിന്നോട്ട് വലിക്കില്ല. പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ ഈ കണ്ട സിനിമകളുടെ വിജയം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗ, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇതൊക്കെ എന്നാണ് വമ്പൻ ഹിറ്റുകളല്ലായിരുന്നോ? ഇതെങ്ങനെയാണ് റിവ്യൂവേഴ്സ് കൊണ്ട് താഴ്ന്നു പോകുന്നത്? പൊട്ടിയ പടങ്ങളെല്ലാം മോശം പടങ്ങളായത് കൊണ്ട് തന്നെ പൊട്ടിപ്പോയതാണ്. അത് റിവ്യൂവേഴ്സ് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഒരു ചെകുത്താൻ പറഞ്ഞുകൊണ്ടോ ഒരു ആറാട്ടെണ്ണം പറഞ്ഞുകൊണ്ടോ മലയാളികൾ, പ്രബുദ്ധ മലയാളികൾ ഒരു കാലത്തും സിനിമാ തിയേറ്ററിലേക്ക് പോകാതിരിക്കില്ല. ഇവരെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇവിടെയുള്ള പല റിവ്യൂവേഴ്സ് ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടമുള്ള പ്രിയപ്പെട്ട പല റിവ്യൂവേഴ്സ് ഉണ്ട്, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന പല റിവ്യൂവേഴ്സ് ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മളുടെ സ്വന്തം ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഇവിടുത്തെ ചില ആളുകൾ പണ്ടത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മാറി. ആൾക്കാർ ഒരു പരീക്ഷണ വസ്തുവല്ല, അവരുടെ പൈസയ്ക്ക് അവർ മൂല്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാണികളുടെ പൈസയ്ക്ക് മൂല്യം കൊടുത്തേ പറ്റൂ. അപ്പോൾ മാറേണ്ടത് സിനിമാക്കാർ തന്നെയാണ്. അവർ നല്ല പടങ്ങൾ ഇറക്കുക. തീർച്ചയായിട്ടും ആൾക്കാർ പടം കാശ് മുടക്കി തന്നെ 1, 2, 3 വട്ടം പോയി കണ്ടിരിക്കും. അതുകൊണ്ട് ഇനി നല്ല പടങ്ങൾ ഉണ്ടാകട്ടെ. ഒരു സിനിമാക്കാർക്കും ഒരു റിവ്യൂവേഴ്സിനും സിനിമയെ തകർക്കാനൊന്നും സാധിക്കില്ല. നല്ല സിനിമകൾ എല്ലായ്പ്പോഴും വിജയിച്ച ചരിത്രമേ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.